മകം നക്ഷത്രം. നക്ഷത്രക്രമത്തിൽ 10ാം സ്ഥാനമാണ് മകം നക്ഷത്രത്തിനെ കൽപ്പിച്ചിരിക്കുന്നത്. നുകം പോലെ ആകാശത്തിൽ കാണപ്പെടുന്ന 5 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് മകം നക്ഷത്രം. ബുദ്ധിശക്തിയും വിജ്ഞാനതൃഷ്ണയും ഉള്ള മകം നക്ഷത്രക്കാർ വിനയവും പ്രദർശിപ്പിക്കുന്നവരായിരിക്കും. സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും അവസരങ്ങൾ കണ്ടെത്താനും കഴിവുള്ള ഇവർ സ്വയം യത്നിച്ച് ഉയർന്ന പദവിയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അസാധാരണമായ ഇച്ഛാശക്തിയും പതറാത്ത മനസ്സും ഉള്ളവരാണ് മകം നക്ഷത്രക്കാർ. കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതിൽ നിന്ന് പിന്മാറുകയില്ല എന്നതും ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. എതിർക്കുന്നവരോട് നിർദാക്ഷിണ്യമായി പെരുമാറുമെങ്കിലും സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഇവർ തയ്യാറാകും. തന്ത്രശാലികളായ വ്യക്തികളിൽ നിന്നും പരമാവധി അകന്നു കഴിയാൻ ശ്രമിക്കുന്ന ഇവർ ചീത്ത വഴികളിൽ നടക്കുന്നവരെ വെറുക്കുകയും ചെയ്യും. പൊതുവെ ശുദ്ധഹൃദയരും ക്ഷിപ്രകോപികളും ആയിരിക്കും മകം നക്ഷത്രക്കാർ. ആയതിനാൽ തന്നെ സ്വാർത്ഥ ചിന്ത ഇവർക്ക് പൊതുവെ കുറവായിരിക്കും. ഏതു ജോലിയിൽ ഏർപ്പെട്ടാലും തികഞ്ഞ ആത്മാർത്ഥതയോടും അർപ്പണ മനോഭാവത്തോടും കൂടിയാകും ഇവർ പ്രവർത്തിക്കുക. പക്ഷേ മിക്ക പ്രവർത്തനങ്ങളിലും ഉദ്ദേശിക്കുന്നത്ര വിജയം കൈവരിക്കാൻ കഴിഞ്ഞെന്നും വരില്ല. സദാചാരനിഷ്ഠയും സത്യസന്ധതയും കൈമുതലായുള്ള ഇവർക്ക് ധാരാളം നല്ല സുഹൃത്തുക്കളും ഉണ്ടാകും. ഉറച്ച ഈശ്വരവിശ്വാസവും മതനിഷ്ഠയും ഉള്ള ഇവർ എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുന്ന മനോഭാവക്കാരും ആയിരിക്കും. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അത് പ്രയോഗത്തിൽ വരുത്താനും ഇവർക്ക് അസാമാന്യമായ കഴിവ് ഉണ്ടായിരിക്കും. അധ്യാപകൻ, ഉപദേഷ്ടാവ് എന്നീ മേഖലകളിൽ ഇവർ വളരെയധികം ശോഭിക്കും. സംഭാഷണത്തിൽ മിതത്വം പാലിക്കുന്ന ഇവർക്ക് ആദർശനിഷ്ഠയും ഉണ്ടായിരിക്കും. സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇവർ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക. വിദ്വാൻമാരും സൗമ്യ സ്വഭാവികളുമായ ഇവർ കഴിവതും ഒതുങ്ങിയ ജീവിതമാകും ഇഷ്ടപ്പെടുക. നല്ലയാളുകളുടെ അഭിപ്രായത്തിനും ബഹുമാനത്തിനും ഇവർ പെട്ടെന്ന് പാത്രവാന്മാരാകും. സൗമ്യതയും സമാധാനവും കളിയാടുന്ന മുഖഭാവമാണ് ഇവർക്കുള്ളത്. ശാസ്ത്രീയവും സാങ്കേതികവുമായ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയിക്കാൻ കഴിയും. വാക്കിലും പ്രവൃത്തിയിലും നിഷ്കളങ്കത മാനദണ്ഡമായി ജീവിക്കുന്ന ഇവർ അതിന് വിപരീതമായി കഴിയുന്ന ആളുകളെ വെറുക്കുക തന്നെ ചെയ്യും. ഇവരുടെ ഇത്തരം വെറുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരിക്കൽ വെറുത്തുപോയാൽ പിന്നെ ജീവിതത്തിൽ കഴിയുന്നതും അവരുമായി യാതൊരുവിധ അടുപ്പത്തിനും പോകുകയില്ല എന്നതാണ്. ഇവരുടെ ഈ സ്വഭാവത്താൽ തന്നെ ജീവിതത്തിൽ ഇവർക്ക് സ്ഥിരമായ ശത്രുക്കളും ഉണ്ടാകും. സത്യത്തെ മാനിച്ചുകൊണ്ടുള്ള കളങ്കമറ്റ ഹൃദയം ഉള്ളതുകൊണ്ടായിരിക്കാം ഇവർക്ക് മുൻകോപം കൂടുതലായി ഉള്ളത്. ഇത് ഇവർക്ക് പല പരാജയങ്ങളും വരുത്തിക്കൂട്ടുന്നു. ഇവർ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ജീവിക്കുന്നവരല്ല. അതിനാൽ തന്നെ പൊതു കാര്യങ്ങളിൽ വളരെയധികം ശോഭിക്കാനും ഇവർക്ക് കഴിയും. ആത്മാഭിമാനത്തിന് മാതൃകകളായ ഇവർ ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവെച്ചു കൊടുക്കുന്നവരല്ല. ഇതിനാൽ തന്നെ തന്നിഷ്ടക്കാരെന്ന പേരും ഇവർ സമ്പാദിക്കും. പക്ഷേ യോഗ്യമായ പെരുമാറ്റവും പ്രവൃത്തിയും കൊണ്ട് ഇവർ മറ്റുള്ളവർക്ക് എന്നും മാതൃകകളായിരിക്കും. സാംസ്കാരികമായ മേന്മയും ദൃഢമായ ഈശ്വരവിശ്വാസവും ഒന്നുകൊണ്ടും ഇളകാത്ത മനസ്സും മകം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. തൻ്റെ കാര്യത്തിൽ തനിക്ക് കഴിവുണ്ട് എന്നുള്ള ഒരു അഹന്താപരമായ സ്വഭാവ സവിശേഷതയും ഇവരിലുണ്ടാകും. ഈ സ്ഥിതിവിശേഷം കൊണ്ട് പ്രയോജനകരങ്ങളായ പല സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഇവർക്കുണ്ടാകുന്ന പ്രയോജനങ്ങളും ഇല്ലാതായിത്തീരും. പക്ഷേ ആത്മാഭിമാനികളായ ഇവർക്ക് അതിൽ പരാതിയോ ഇച്ഛാഭംഗമോ ഇല്ലെന്നുള്ളതാണ് വാസ്തവം. മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അസാമാന്യമായ വ്യക്തിത്വമുള്ളവരായിരിക്കും. സൗന്ദര്യത്തിലും കലാബോധത്തിലും ഇവർ ഒട്ടും തന്നെ പിന്നിലായിരിക്കില്ല. ഗാർഹികവും ഔദ്യോഗികവുമായ എല്ലാ രംഗങ്ങളിലും ഇവർ അസൂയാർഹമായ പുരോഗതി ഉണ്ടായിരിക്കും. കുലമാഹാത്മ്യം പുലർത്തി ഭർതൃപരിചരണം ചെയ്യുന്ന ഇവർക്ക് ധാർമ്മിക ബോധം കൂടുതലായി ഉണ്ടായിരിക്കും. സ്വന്തം കുലത്തോടും സ്വജനങ്ങളോടും കൂറുള്ള ഇവർ എന്നും ഗൃഹത്തിന് അലങ്കാരമായിരിക്കും. മകം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏകദേശം 3 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ബാലാരിഷ്ടപ്രദമായിരിക്കുന്ന സമയമാണ്. 3 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദമായ സമയമായിരിക്കും. വിദ്യാ പുരോഗതി, തൊഴിൽ ഗുണം, വിദ്വൽ പ്രശംസ തുടങ്ങിയവ ഈ സമയത്തിൽ അനുഭവമാകും. സ്ത്രീകൾക്ക് ഈ സമയത്തിനുള്ളിൽ തന്നെ വിവാഹം നടക്കും. മാതാപിതാക്കൾക്കും ഈ സമയം വളരെയധികം ഗുണപ്രദമായിരിക്കും. 23 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷം മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. 29 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വളരെയധികം ഗുണം ചെയ്യുന്ന സമയമാണ്. വിവാഹാദി അഭിവൃദ്ധി, സന്താനാദി അഭിവൃദ്ധി, ഗൃഹവാഹന ഐശ്വര്യം, തൊഴിൽ മുന്നേറ്റം തുടങ്ങിയവ ഈ സമയത്തിൽ വന്നു ചേരും. 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന സമയമാണ്. ഈ സമയത്തിൽ ഏത് കാര്യവും വളരെയധികം ആലോചിച്ച ശേഷം മാത്രമേ ചെയ്യാവൂ.
46 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. 64 വയസ്സിന് ശേഷം വളരെയധികം ഗുണം ചെയ്യുന്ന സമയമായിട്ടാണ് മകം നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരിലും കണ്ടുവരുന്നത്. മകം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ ഉത്രം, ചിത്ര, വിശാഖം എന്നീ നക്ഷത്രങ്ങളും മീനം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളുമാണ് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവർക്ക് സൂര്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴൻ്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാരക്രമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അശ്വതി, മകം, മൂലം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റും ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ്. മകം നക്ഷത്രവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ ചെയ്യാവുന്നതാണ്. നക്ഷത്രാധിപനായ കേതുവിൻ്റെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നതും ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. രാശിയുടെ അധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ചെയ്യാവുന്നതാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ജന്മവൃക്ഷം പേരാലാണ്. എലിയാണ് മൃഗം, ചകോരം പക്ഷി, പുരുഷയോനി, അസുരഗണം, പിതൃക്കളാണ് താരദേവത. മകം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നിറം ചുവപ്പാണ്. അനുയോജ്യമായ രത്നം വൈഡൂര്യമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക.